നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഫ്രാൻസിലെ ബോർഡോ തുറമുഖത്തെത്തിയ അംബിഷൻ എന്ന ക്രൂയിസ് കപ്പലിലാണ് വൈറസ് ബാധയെന്ന് സംശയിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ക്രൂയിസ് കപ്പലിൽ വൈറസ് ഭീതി പരക്കുകയും ഒരാൾ മരിക്കുകയും ചെയ്തു. 1200 പേരാണ് കുടുങ്ങിക്കിടക്കുന്നത്. 90 വയസ്സുള്ള ഒരാളാണ് മരിച്ചത്. കപ്പലിലെ 1200-ലധികം യാത്രക്കാരിൽ 50ഓളം പേർക്ക് രോഗലക്ഷണങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടു. ഇത് നോറോ വൈറസ് അല്ലെന്ന് പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. കേടായ ഭക്ഷണത്തിൽ നിന്നുള്ള വിഷബാധയാണോ എന്ന് അധികൃതർ പരിശോധിച്ചു വരികയാണ്. കപ്പലിന്റെ ചരിത്രം നോക്കിയാൽ മുമ്പ് ഐഡ മീറ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ കപ്പൽ മെയ് 6-നാണ് യാത്ര തുടങ്ങിയത്. ബ്രിട്ടൻ, അയർലൻഡ് സ്വദേശികളാണ് യാത്രക്കാരിൽ ഭൂരിഭാഗവും. നിലവിൽ കൂടുതൽ പരിശോധനയ്ക്കായി കപ്പൽ ബോർഡോയിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. ജർമ്മനിയിൽ ഭരണകക്ഷിയുടെ അടിയന്തര ഉച്ചകോടി നടന്നപ്പോൾ അന്തരീക്ഷം ശാന്തമായെങ്കിലും തർക്കങ്ങൾ ബാക്കിയായി. ജർമ്മനിയിലെ ഭരണസഖ്യ കക്ഷികളായ CDU, CSU, SPD എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ഉച്ചകോടി വലിയ ബഹളങ്ങളില്ലാതെ അവസാനിച്ചു. ചാൻസലർ ഫ്രെഡറിക് മേർസും ധനമന്ത്രി ലാർസ് ക്ലിംഗ്ബൈലും തമ്മിലുള്ള ഭിന്നതകൾക്ക് താൽക്കാലിക ശമനം ഉണ്ടായതായിട്ടാണ് റിപ്പോർട്ട്. ഉച്ചകോടിയിലെ പ്രധാന തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഇന്ധന ബോണസ് വേണ്ട, അതായത് ഇന്ധനവില വർധനവ് നേരിടാൻ പ്രഖ്യാപിച്ചിരുന്ന 1000 യൂറോയുടെ നികുതി രഹിത ബോണസ് പദ്ധതി ഉപേക്ഷിച്ചു. ഊർജ്ജവില ഉയർന്നു നിൽക്കുന്നതിനാൽ 2027-ൽ കാർബൺ ടാക്സ് വർദ്ധിപ്പിക്കില്ല. 10 ബില്യൺ യൂറോയുടെ കരുതൽ ധനം ബജറ്റിലെ വിടവ് നികത്താൻ ഉപയോഗിക്കണമെന്ന ധനമന്ത്രിയുടെ ആവശ്യം അംഗീകരിക്കപ്പെട്ടില്ല. പെൻഷൻ, നികുതി പരിഷ്കാരങ്ങൾ എന്നിവ ജൂലൈ അവസാനത്തോടെ പൂർത്തിയാക്കാനാണ് തീരുമാനിച്ചത്. മുന്നണിക്കുള്ളിലെ ബന്ധം മെച്ചപ്പെട്ടെങ്കിലും പ്രധാനപ്പെട്ട പല വിഷയങ്ങളിലും, അതായത് നികുതി, തൊഴിൽ സമയം, സാമൂഹ്യക്ഷേമം തുടങ്ങിയ കാര്യങ്ങളിൽ ഇപ്പോഴും കക്ഷികൾക്കിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. കൂടാതെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ ധനമന്ത്രി ലാർസ് ക്ലിംഗ്ബൈലും സോഷ്യൽ മിനിസ്റ്റർ ബാർബൽ ബേസും തമ്മിൽ അധികാര തർക്കം നിലനിൽക്കുന്നതായും ഇത് ഭരണത്തെ ബാധിക്കുന്നതായും യൂണിയൻ വൃത്തങ്ങൾ ആരോപിച്ചു. ചുരുക്കത്തിൽ നേതാക്കൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് സൗഹൃദപരമായി പിരിഞ്ഞെങ്കിലും ഭരണപരമായ സങ്കീർണതകൾ ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ തുടരുകയാണ്. വെള്ളിയാഴ്ച ജർമ്മനിയിലെ കടകൾ അടഞ്ഞുകിടക്കും. രാജ്യത്ത് വ്യാപക പണിമുടക്കിനാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ജർമ്മനിയിലെ വ്യാപാര മേഖലയിൽ ശമ്പള വർധനയുമായി ബന്ധപ്പെട്ട തർക്കം രൂക്ഷമാകുന്നതിനെ തുടർന്ന് വെള്ളിയാഴ്ച രാജ്യവ്യാപകമായി പണിമുടക്കാൻ തൊഴിലാളി യൂണിയനായ വേർഡി ആഹ്വാനം ചെയ്തു. പ്രധാന വിവരങ്ങൾ നോക്കിയാൽ പണിമുടക്ക് ഫ്രാങ്ക്ഫർട്ട്, ഹാംബുർഗ്, സ്റ്റുട്ട്ഗാർട്ട്, ഡോട്ട്മുണ്ട് തുടങ്ങിയ പ്രധാന നഗരങ്ങളിൽ വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കും. ഇത് ഉപഭോക്താക്കളെയും വ്യാപാര സ്ഥാപനങ്ങളെയും സാരമായി ബാധിക്കും. ചില്ലറ വിൽപ്പന, മൊത്ത വ്യാപാര മേഖലകളിലെ ശമ്പള ചർച്ചകൾ പരാജയപ്പെട്ടതാണ് സമരത്തിന് കാരണം. നിലവിൽ വിലക്കയറ്റത്തിന് അനുസരിച്ചുള്ള വർധനവ് മാനേജ്മെന്റ് നൽകുന്നില്ലെന്ന് യൂണിയൻ കുറ്റപ്പെടുത്തി. 7% ശമ്പള വർധനവാണ് യൂണിയൻ ആവശ്യപ്പെടുന്നത്. എന്നാൽ നവംബർ മുതൽ വെറും 2% വർധനവ് മാത്രമേ നൽകാൻ കഴിയൂ എന്ന തൊഴിൽ ഉടമകളുടെ നിലപാട്. സാമ്പത്തിക മാന്ദ്യം കാരണം ഇതിൽ കൂടുതൽ നൽകാൻ കഴിയില്ലെന്നവർ വാദിക്കുന്നു. ജർമ്മനിയിലെ വ്യാപാര മേഖലയിൽ ഏകദേശം 52 ലക്ഷം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ തവണത്തെ ശമ്പള ചർച്ചകൾ ഒരു വർഷത്തോളം നീണ്ടുപോയിരുന്നു. ചുരുക്കത്തിൽ വെള്ളിയാഴ്ച ജർമ്മനിയിലെ പല പ്രമുഖ ഷോപ്പുകളും മാളുകളും പണിമുടക്ക് കാരണം പ്രവർത്തിക്കാൻ ഇടയില്ല. ഫ്രഞ്ച് വാഹന നിർമ്മാതാക്കളായ പെഷോ തങ്ങളുടെ 208 മോഡൽ കാറുകൾ ആഗോളതലത്തിൽ തിരിച്ചു വിളിക്കുകയാണ്. കാറിലെ ഹോണിന് നിയമപരമായ കുറഞ്ഞ ശബ്ദപരിധി ഇല്ലാത്തതാണ് ഈ നടപടിക്ക് കാരണം. ഹോണിന്റെ ശബ്ദം വളരെ കുറവായതിനാൽ അപകട സമയങ്ങളിൽ മറ്റു വാഹന യാത്രക്കാർക്ക് ഇത് കേൾക്കാൻ സാധിക്കുന്നില്ല. ഇത് സുരക്ഷാ ഭീഷണിയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ലോകമെമ്പാടും 6 ലക്ഷത്തോളം കാറുകളെ ഈ പ്രശ്നം ബാധിച്ചിട്ടുണ്ട്. ഇതിൽ ജർമ്മനിയിലെ മാത്രം 35,000 കാറുകൾ ഉൾപ്പെടുന്നുണ്ട്. 2019 സെപ്റ്റംബർ 1 മുതൽ 2022 ജൂലൈ 25 വരെയുള്ള കാലയളവിൽ നിർമ്മിച്ച കാറുകൾക്കാണ് ഈ തകരാറുള്ളത്. കമ്പനി നേരിട്ട് ഉടമകളെ പരിഹാര വിവരം അറിയിക്കുമെന്നാണ് പറയുന്നത്. ജർമ്മൻ നിയമം അനുസരിച്ച് ഹോണിന്റെ ശബ്ദം 7 മീറ്റർ അകലെ നിന്ന് 105 ഡെസിബലിൽ കൂടാൻ പാടില്ല. എന്നാൽ അത്യാവശ്യം കേൾക്കാവുന്ന തരത്തിലുള്ള ശബ്ദം ഉണ്ടായിരിക്കുകയും വേണം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൻ ബിസിനസ് സംഘത്തോടൊപ്പം ചൈനയിലെ ബെയ്ജിംഗിൽ എത്തി. ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉച്ചകോടിയാണ് ഈ സന്ദർശനം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ടെസ്ല മേധാവി ഇലോൺ മസ്ക്, ആപ്പിൾ CEO ടിം കുക്ക് തുടങ്ങിയ പ്രമുഖർ ട്രംപിനൊപ്പമുണ്ട്. ചൈനയുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 3/4 വിപണി മൂല്യമുള്ള കമ്പനികളുടെ തലവന്മാരാണ് ട്രംപിനൊപ്പമുള്ളത്. ഇറാൻ യുദ്ധം, വ്യാപാര നികുതി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ചിപ്പ് സാങ്കേതികവിദ്യ എന്നിവയാണ് പ്രധാന ചർച്ചാ വിഷയങ്ങൾ. സ്വയം ഓടിക്കുന്ന കാറുകൾക്കുള്ള അനുമതി,
മസ്ക് ലക്ഷ്യമിടുമ്പോൾ ആപ്പിളിന് ചൈനീസ് വിപണി നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. ഗൂഗിളിന് പകരക്കാരനായി ബൈഡു, മെറ്റയ്ക്ക് പകരമായി ടെൻസെറ്റ്, ആമസോണിന് വെല്ലുവിളിയായി അലിബാബ എന്നിങ്ങനെ ചൈനീസ് ടെക് ഭീമന്മാർ അമേരിക്കൻ കമ്പനികൾക്ക് കനത്ത മത്സരം നൽകുന്നുണ്ട്. ടെസ്ലയെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായി ചൈനയുടെ BYD മാറിയത് ഈ സന്ദർശനത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിലുള്ള നിർണായകമായ ഔദ്യോഗിക കൂടിക്കാഴ്ച വ്യാഴാഴ്ച നടക്കും. ഇത് ആഗോള വിപണിയിലും സാങ്കേതിക മേഖലയിലും വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചേക്കും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയിലെത്തുമ്പോൾ 9 വർഷത്തിനിടെ ട്രംപിന്റെ രണ്ടാം ചൈന സന്ദർശനമാണിത്. വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് ട്രംപിന്റെ ഉഭയകക്ഷി ചർച്ച. തകരുന്ന വിപണിയെ താങ്ങാൻ ചൈനീസ് സഹായം തേടുന്ന ട്രംപിനെയാണ് ലോകം ഇപ്പോൾ കാണുന്നത്. വ്യാപാര യുദ്ധത്തിൽ നിന്ന് വ്യാപാര കരാറുകളിലേക്കുള്ള ഒരു ചുവടുമാറ്റം ആഗോള രാഷ്ട്രീയത്തിലെ വൻ മാറ്റങ്ങളുടെ സൂചനയാണ്. 2017 ശേഷം ആദ്യമായാണ് ഒരു US പ്രസിഡന്റ് ചൈന സന്ദർശിക്കുന്നത്. വിമാന ടിക്കറ്റ് ഉയർന്നത് പ്രവാസികൾക്ക് വൻ തിരിച്ചടിയായി. ഹോർമൂസ് അടഞ്ഞതോടെ ടിക്കറ്റ് നിരക്ക് വിമാന കമ്പനികൾ ഉയർത്തി. 20% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. 20 ലക്ഷം സീറ്റുകൾ വെട്ടിക്കുറച്ചു. വിമാന ഇന്ധനവില വർധന കാരണം സർവീസുകൾ വെട്ടിച്ചുരുക്കേണ്ട അവസ്ഥയാണുള്ളത്. ഇന്ധനത്തിന് പുറമെ ഇന്ത്യയുടെ ജീവനാഡിയായ കാർഷിക മേഖലയുടെ നട്ടെല്ലായ വളം ഉൽപ്പന്നങ്ങൾക്ക് 50% വിലയാണ് കൂടിയിരിക്കുന്നത്. ഇന്ധനവില ലോകത്ത് 30% കൂടി. ഇതെല്ലാം വിലക്കയറ്റത്തിലേക്ക് നയിക്കുമെന്നാണ് വിദഗ്ധരുടെ അഭിമതം. കേരളത്തിലെ മുഖ്യമന്ത്രി പ്രഖ്യാപനം വ്യാഴാഴ്ച നടക്കും. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗവും വ്യാഴാഴ്ച ഉച്ചയ്ക്ക് നടക്കും. സംസ്ഥാനത്തെ കോൺഗ്രസ് MLA-മാരുടെ നിയമസഭാ കക്ഷി യോഗം വ്യാഴാഴ്ച ചേരും. ഉച്ചയ്ക്ക് 1-ന് നിയമസഭാ കക്ഷി യോഗം ചേരുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫാണ് അറിയിച്ചത്. KPCC ആസ്ഥാനത്തായിരിക്കും യോഗം ചേരുക. കോൺഗ്രസ് MLA-മാരോട് വ്യാഴാഴ്ച തലസ്ഥാനത്തെത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആദ്യം രാവിലെ 11-ന് യോഗം നടത്താനാണ് തീരുമാനിച്ചതെങ്കിലും MLA-മാർക്ക് തിരുവനന്തപുരത്ത് എത്താനുള്ള സൗകര്യം കണക്കിലെടുത്താണ് യോഗം 1-ലേക്ക് മാറ്റിയത്. ദീപാദാസ് മുൻഷിയും 2 AICC നിരീക്ഷകരും യോഗത്തിൽ പങ്കെടുക്കും. യോഗത്തിന് മുൻപോ യോഗത്തിലോ മുഖ്യമന്ത്രി ആരെന്ന പ്രഖ്യാപനം ഉണ്ടാകും. തുടർന്ന് നിയമസഭാ കക്ഷി നേതാവ് ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിക്കും. ശനിയാഴ്ച സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്നാണ് സൂചന. അല്പസമയം മുൻപ് മുതിർന്ന നേതാവ് ജയറാം രമേശാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപനം വ്യാഴാഴ്ച ഉണ്ടാകുമെന്ന് അറിയിച്ചത്. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കേണ്ടതിന്റെ നടപടിക്രമങ്ങൾ എല്ലാം പൂർത്തിയായെന്നും അദ്ദേഹം അറിയിച്ചു. മുഖ്യമന്ത്രി പ്രഖ്യാപനം കാത്ത് VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരുടെ വസതികളിൽ നൂറുകണക്കിന് പ്രവർത്തകരാണ് തടിച്ചുകൂടിയത്. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 10 ദിവസങ്ങളായിട്ടും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാത്തത് പ്രവർത്തകർക്കിടയിൽ കടുത്ത പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. രാജ്യത്ത് മിതവ്യയം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ഔദ്യോഗിക വാഹന വ്യൂഹത്തിലെ വാഹനങ്ങളുടെ എണ്ണം കുറച്ചതായി റിപ്പോർട്ട്. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കി മാതൃകയാവുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കം. ഇന്ത്യക്കാർക്കിടയിൽ മിതവ്യയ ശീലം വളർത്താനുള്ള പ്രധാനമന്ത്രിയുടെ ആഹ്വാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്. വാഹന വ്യൂഹത്തിന്റെ വലിപ്പം കുറയ്ക്കുന്നതിനൊപ്പം പരിസ്ഥിതി സൗഹൃദമായ ഇലക്ട്രിക് വാഹനങ്ങൾ തന്റെ സുരക്ഷാ വ്യൂഹത്തിൽ ഉൾപ്പെടുത്താനും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. സാധാരണയായി വലിയ സുരക്ഷാ സന്നാഹങ്ങളോടെ സഞ്ചരിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഈ പുതിയ നീക്കം ഭരണതലത്തിൽ വലിയ ചർച്ചകൾ വഴിവെച്ചിട്ടുണ്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും വരാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി സന്ദർശിക്കാൻ നന്ദി. നമസ്കാരം.